സ്കൂട്ടറിനുള്ളിൽ ഒളിച്ച മൂർഖൻ പാമ്പിനെ പിടികൂടി. കട്ടപ്പന CSC പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന പാലശ്ശേരിയിൽ ജസ്റ്റിന്റെ ഡിയോ സ്കൂട്ടറിലാണ് പാമ്പ് കയറിയത്. സ്കൂട്ടറിന്റെ സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് പാമ്പ് സ്കൂട്ടറിന്റെ ഉള്ളിലേക്ക് കയറുന്നത് കണ്ടത്. തുടർന്ന് വാഹന ഉടമയെയും പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂറിനെയും വനപാലകരെയും അറിയിച്ചു. വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ച് സ്കൂട്ടർ മുഴുവനായി അഴിപ്പിച്ചു. വാഹനത്തിന്റെ ഹാൻഡിലിൽ മീറ്ററിന് താഴെയാണ് പാമ്പ് ഇരുന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത്. പുല്ലാനി മൂർഖൻ എന്നറിയപ്പെടുന്ന സ്പെക്ടാക്കിൾഡ് കോബ്ര ഇനത്തിലുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. ഏകദേശം ഒരാഴ്ചയായി വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മഴക്കാലത്ത് നിർത്തിയിടുന്ന വാഹനത്തിനുള്ളിൽ പാമ്പുകൾ കയറുന്നത് പതിവാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പാമ്പിന്റെ കടിയേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ആളുകൾ നിർത്തിയിട്ട വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഷുക്കൂർ പറയുന്നു. നമ്മുടെ വളരെ നാളുകൾക്ക് ശേഷമാണ് സ്കൂട്ടറിൽ നിന്നൊരു മൂർഖനെ പിടിക്കുന്നത്. ഇവിടെ ഞാൻ വീട്ടിലായിരുന്നു. എന്നെ വിളിച്ചു. ഇവിടെ നമ്മുടെ CSI കോംപ്ലക്സിൻ്റെ താഴെയാണ്. നമ്മുടെ പള്ളിയുടെ വക കെട്ടിടത്തിൻ്റെ പള്ളി തന്നെയാണ്, പള്ളിയുടെ താഴത്തെ നില. അപ്പോൾ ഒരു സ്കൂട്ടർ അവിടെ വെച്ചിരുന്നു. ഒരു ഫാമിലി ആണ് ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചത്. അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ സൈഡിൽ കൂടെ എഴഞ്ഞ് വന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിനകത്ത് കയറിയാണ് ഉണ്ടായത്. വലിയ വലിപ്പമുള്ള മൂർഖനൊന്നുമല്ല, ഇത് പ്രായം കുറഞ്ഞ കുഞ്ഞു മൂർഖനാണ്. എങ്കിൽ പോലും നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും നിൽക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ചുമ്മാ ആണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ നമ്മൾ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കുറച്ച് ദിവസം താമസിച്ചെടുക്കുന്ന വാഹനങ്ങളിലൊക്കെ എലിയായാലും പാമ്പായാലും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ നമുക്ക് പാമ്പുകളാണ്. പാമ്പുകൾ കയറാതെ നോക്കുക. ഇതുങ്ങളുടെ ഒരു പ്രജനന കാലഘട്ടമാണ്. ആ സമയത്ത് ഇതുങ്ങളിങ്ങനെ എന്താ പറയുക, ഭക്ഷണം അലഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. ഈ പള്ളിയുടെ പുറത്ത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മണ്ണിൻ്റെ ഒരു നില പോലും ഇല്ല, മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ടൈൽസ് ഇട്ടേക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും ഇതിനകത്ത് സ്കൂട്ടറിനകത്ത് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ വാഹനം എടുക്കുമ്പോഴെല്ലാം ഒന്ന്, പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ എടുക്കുമ്പോൾ ഒന്ന് തട്ടിക്കുറഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലെ വൈസർ ഒന്ന് ശ്രദ്ധിക്കും. മിക്കവാറും വൈസറിനകത്തുനിന്നാണ് പാമ്പുകളെ കിട്ടാറ്. ഇത്തവണ ഇതിനകത്തുനിന്നും വൈസറിനകത്തുനിന്നാണ് കിട്ടിയത്. വണ്ടിക്കിട്ടും തട്ടിയും മുട്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, റേസ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ നോക്കി, ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു നോക്കി. പക്ഷേ എന്നിട്ടൊന്നും പാമ്പ് ഇറങ്ങിയില്ല. നല്ലപോലെ റേസ് ചെയ്തു വണ്ടി. എന്നിട്ട് പോലും പാമ്പിനെ കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം മീറ്റർ വരെ അഴിച്ചതിന് ശേഷമാണ് ഇതിനെ കാണാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് വാഹനം എടുക്കുമ്പോൾ എപ്പോഴും മഴക്കാലത്ത് നമ്മൾ, പ്രത്യേകിച്ച് ചൂട് കാലത്താണെങ്കിൽ പാമ്പുകൾ വാഹനത്തിൽ കയറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല ഹീറ്റ് വണ്ടിക്കുണ്ടെങ്കിൽ ആ ചൂട് പാമ്പ് ശീതരക്തജീവി ആയതുകൊണ്ട് തണുപ്പുള്ള മേഖലയിലാണ് കൂടുതൽ ഇരിക്കാറ്. നല്ല വെയിലുള്ള സമയത്ത് വണ്ടിക്കകത്തൊന്നും കയറിയിരിക്കാറില്ല. ചൂടുള്ള സമയത്തൊന്നും വണ്ടിക്കകത്ത് കയറിയിരിക്കാറില്ല. തണുപ്പുള്ള സമയത്ത് വണ്ടിയിൽ കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ രാത്രി വളരെ ശ്രദ്ധിക്കണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഷുക്കൂറിനൊപ്പം കട്ടപ്പന ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ R. രതീഷ്, S. അനീഷ് എന്നിവരും TD വത്സനും ഉണ്ടായിരുന്നു. തിരക്ക് നിറഞ്ഞ ടൗണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കയറി ഒളിച്ച വിരുദ്ധനെ കാണാൻ നിരവധി ആളുകളാണ് ഓടിക്കൂടിയത്. അതോടൊപ്പം ആശങ്ക മാറിയ ആശ്വാസത്തിലാണ് വാഹന ഉടമ ജസ്റ്റിൻ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.